സ്വർണവും വെള്ളിയും ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന് പ്രവചിച്ച ഒരു മഹത്തായ ആത്മജ്ഞാനിയുടെ വാക്കുകൾ ഇന്ന് വീണ്ടും ചർച്ചയാകുകയാണ്. ആരാണവർ? അവരുടെ പ്രവചനം എന്താണ്? ജ്യോതിഷശാസ്ത്രം ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ബൾഗേറിയൻ പ്രവാചകയായ ബാബ വങ്ക കണ്ണു കാണാത്തവളായിരുന്നിട്ടും ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അത്ഭുതകരമായ പ്രവചനങ്ങൾ നടത്തിയ ഒരു മഹാനായ ആത്മാവാണ് അവൾ. യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ ഇവയെല്ലാം മുൻകൂട്ടി സൂചിപ്പിച്ച അവരുടെ വാക്കുകൾ ഇന്നും മനുഷ്യരെ ചിന്തിപ്പിക്കുന്നു. ബാബ വാങ്ക പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമുണ്ട്. ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. ഇവർക്ക് സ്വർണവും വസ്തുക്കളും വാങ്ങിക്കൂട്ടാൻ സാധിക്കുമെന്ന്. ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ മനുഷ്യൻ ആശ്രയിക്കേണ്ടത് സ്വർണത്തെയും വെള്ളിയെയും മാത്രമാണ്. കറൻസികൾ മാറാം, ബാങ്കുകൾ തകർന്നേക്കാം, കാഗിത പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞേക്കാം. പക്ഷേ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്വാഭാവിക മൂല്യം ഒരിക്കലും നശിക്കില്ല. ജ്യോതിഷശാസ്ത്രപരമായി ഇതിന് ശക്തമായ കാരണമുണ്ട്. സൂര്യൻ സ്വർണത്തിൻ്റെ കാരകനാണ്. സൂര്യൻ നിലനിൽക്കുന്നിടത്തോളം സ്വർണത്തിൻ്റെ ശക്തിയും നിലനിൽക്കും. ചന്ദ്രൻ വെള്ളിയുടെ കാരകനാണ്. മനസ്സിനും സ്ഥിരതയ്ക്കും ചന്ദ്രൻ ശക്തി നൽകുന്നു. സൂര്യനും ചന്ദ്രനും പ്രകൃതിയുടെ സ്ഥിരതയാണ്. അവ അസ്തമിക്കില്ല. അതുകൊണ്ടാണ് സ്വർണവും വെള്ളിയും കാലങ്ങളോളം മൂല്യം നിലനിർത്തുന്നത്. ബാബ വങ്ക പറഞ്ഞതുപോലെ ഈ 5 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സ്വർണവും വെള്ളിയും വസ്തുക്കളുമൊക്കെ വാങ്ങിക്കൂട്ടാനുള്ള ഒരു യോഗമുണ്ട്. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്. അത് അച്ചട്ടായിരിക്കും. ബാബ വങ്ക പ്രവചിച്ചതുപോലെ ഇത് 100% ശരിയായി മാറുകയും ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഈ 5 നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇവർക്ക് എങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? ഇവർ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇവർ ഇനി എങ്ങനെയുള്ള നാളുകളിലേക്കാണ് ഇവർ കടക്കുന്നത്? ഇതൊക്കെ വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ ശനിയാഴ്ചയാണ്. പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രവചനങ്ങൾ പലപ്പോഴും സത്യമായി തീരാറുണ്ട്. പ്രത്യേകിച്ച് വാവാ വാങ്ക, അതുപോലെ തന്നെ അഭേക്യ ആനന്ദ്, ഇവരുടെയൊക്കെ പ്രവചനം പലപ്പോഴും 100% ശക്തമായും അല്ലെങ്കിൽ 100% സത്യവുമായി തീരാറുണ്ട്. ഇവിടെ വാവാ വാങ്ക പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ അഹങ്കാരവും അത്യാഗ്രഹവും പ്രകൃതിയെ അവഗണിക്കുന്നതുമാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം. അനാവശ്യ യുദ്ധങ്ങൾ, അധിക ലാഭ മോഹം, കൃത്രിമ മൂല്യങ്ങൾ ഇവയെല്ലാം പണത്തിൻ്റെ വിശ്വാസ്യത നശിപ്പിക്കുന്നു. പക്ഷേ പ്രകൃതിയുമായി ബന്ധമുള്ള വസ്തുക്കൾ ഈ തകർച്ചയിൽ നിലനിൽക്കും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്വർണവും വെള്ളിയും പ്രത്യേക അനുഗ്രഹമായി മാറുന്ന 5 നക്ഷത്ര ജാതകരെ നമുക്ക് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. വസ്തുവകകൾ വാങ്ങിക്കൂട്ടാനും മണിമാളിക പണിയാനും വിദേശ വാഹനങ്ങൾ സ്വന്തമാക്കാനും ആർഭാടകരമായ ജീവിതം ആസ്വദിക്കാനും ഇവർക്ക് യോഗമുണ്ട്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അങ്ങനെ വലിയ നേട്ടത്തിലേക്ക്, വലിയ ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്തുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. ഇവരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ്.
അശ്വതി നക്ഷത്രക്കാർ വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരാണ്. ഈ നക്ഷത്രക്കാർക്ക് സ്വർണം കൈവശമുണ്ടെങ്കിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഒഴിവാകും. സാമ്പത്തിക സുരക്ഷ ലഭിക്കും. നഷ്ടം വന്നാലും പിന്നീട് ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന യോഗം അശ്വതി നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട്. പ്രവചനം പലപ്പോഴും സത്യമായി തീരാറുണ്ട്. ഇവിടെ അശ്വതിയുടെ കാര്യത്തിലും അത് 100% ശക്തമായി അല്ലെങ്കിൽ നടക്കുന്നതായി കാണുന്നു. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർ അല്പം സ്വർണമൊക്കെ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഒരു മാലയായോ അതുപോലെ തന്നെ ചെയിനായോ ബ്രേസ്ലൈറ്റായോ ഒക്കെ ധരിക്കുക. ചുരുങ്ങിയത് ഒരു മോതിരമായെങ്കിലും സ്വർണം ധരിക്കുന്നത് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇരട്ടി ഭാഗ്യം നൽകും. പലപ്പോഴും പ്രവചനം സത്യമായി തീരാറുണ്ട്. ഇവിടെ ഈ വാവാവാങ്കയുടെ പ്രവചനവും സത്യമായി തീരും. 100% ഉറപ്പായും അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം കാത്തിരിപ്പുണ്ട്. അടുത്ത നക്ഷത്രം മകം നക്ഷത്ര ജാതകരാണ്. മകം നക്ഷത്രം പിതൃ അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. ഈ നക്ഷത്രക്കാർ പണം സമ്പാദിക്കുമ്പോൾ അത് വംശപരമായ സുരക്ഷയായി മാറും. സാമ്പത്തിക പ്രതിസന്ധിയിലും മകം നക്ഷത്ര ജാതകർ ഒറ്റപ്പെടില്ല. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. പ്രതിസന്ധികൾ ഒക്കെ അകലും. ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ മകം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അപ്പോൾ അശ്വതിയും മകം നക്ഷത്ര ജാതകരും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർ ലക്ഷ്യബോധമുള്ളവരാണ്. ഈ കാലഘട്ടത്തിൽ വെള്ളി ഇവരുടെ ജീവിതത്തിൽ വലിയ പിന്തുണ നൽകും. മാനസിക സമാധാനം, ധന സ്ഥിരത, തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കൽ, ഇവയെല്ലാം വെള്ളിയുടെ അനുഗ്രഹഫലമാണ്. ഇതിവർക്ക് 100% ശരിയായി വരും. വിശാഖം ഭാഗ്യമാണ്. വിശാഖം ഉയർച്ചയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വിശാഖം നക്ഷത്ര ജാതകൻ. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ സ്വർണം കൈവശമുണ്ടെങ്കിൽ കടബാധ്യത കുറയും, നഷ്ടം തിരികെ ലഭിക്കും, ദൈവിക സംരക്ഷണം വ്യക്തമായി അനുഭവപ്പെടും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രം സമ്പൂർണതയുടെ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് സ്വർണവും വെള്ളിയും ദീർഘകാല സുരക്ഷയായി മാറും. ധനം, കുടുംബസുഖം, സ്ഥിരത ഒരുമിച്ച് ലഭിക്കുന്ന കാലഘട്ടമാണിത്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് വാവാവാങ്ക പറഞ്ഞത്, ലോകം കുലുങ്ങുമ്പോഴും സ്വർണവും വെള്ളിയും നിങ്ങളെ കൈവിടില്ല എന്ന്. ഈ സന്ദേശം നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ കമൻറ്റിൽ ലക്ഷ്മി കൃപ എന്നെഴുതുക. ഇത്തരത്തിലുള്ള ജ്യോതിഷ പ്രവചന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയും സുരക്ഷയും നൽകട്ടെ. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. വർഷഫലം, ജാതക പരിശോധന, പൊരുത്തം, ഭാഗ്യ നമ്പറുകൾ, നാമനിർദ്ദേശം ഇതൊക്കെ അറിയുവാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.